ഹലോ ഗൈസ്, രാവിലെ എഴുന്നേറ്റോളം വന്നതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ടോടെ ഉറങ്ങി, നന്നായിരുന്നു. അപ്പോൾ വിശപ്പുണ്ടായിരുന്നു, കുറച്ച് ലേറ്റായി. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെറിയൊരു ഡയറ്റ് പ്ലാനില്ല. ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഓട്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഓട്സ് ഇനി എവിടെ പോയി ഞാൻ വെച്ചിട്ടുണ്ട്. ഓട്സ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇരിക്കുന്ന വെള്ളം ഞാൻ തിളയ്ക്കുന്നുണ്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ. എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് കോള് വന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഓട്സ് കിട്ടിയിട്ടുണ്ട് എടുത്തിട്ട് അത് ഇതിലെ വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞാൽ കുറച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ എടുത്ത് അത് ഏകദേശം കുറച്ച് ക്ലിയറായിട്ടുണ്ട്. സാറല്ലേ, അപ്പോൾ എനിക്ക് ആയതുകൊണ്ട് ഇത് ഞാൻ മാത്രമേ ഇതിൽ ഓട്സ് ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഫുഡ് ചിലർ പുറത്തുനിന്ന് ചിലർ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എൻ്റെ ഇതിൽ ഞാൻ ഓട്സ് കൊടുക്കാം. വേറെ കാര്യം വെച്ചാൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു. കുറച്ച് വേണം, ഏകദേശം ഒരു 9 kg വരെ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. 9 kg വരെ ഞാനിപ്പോൾ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അല്ല, അങ്ങനെയാണ്. അത് ഏകദേശം തിളക്കാനുണ്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷേ ഇത് എൻ്റെ മാത്രം സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഞാനൊന്ന് ഇടാം. കാരണം ഇതിലെന്ത് സംഭവം ഉണ്ടാക്കാറില്ല ഞാൻ. സംഭവം എന്ന് വെച്ചാൽ ചുമ്മാ ഇരുന്ന ടൈമിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങൾ ഇതിലോട്ട് ഇട്ട് ഒരു പരിഷ്ഠ നടത്തിയത് സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അതിഷ്ടപ്പെട്ടതിന് ശേഷം എപ്പോൾ ഓട്സ് ഉണ്ടാക്കിയാലും ഞാൻ ആ രീതിയിലേ ഉണ്ടാക്കാറുള്ളൂ. എന്താ പറയുക, കുറച്ചൊരു മാഗി ടച്ച്, ഒരു സ്പെഷ്യൽ അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് പോലെ തോന്നും ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാക്കാറ്. പിന്നെ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 നേരമൊക്കെ ഞാൻ മാറ്റി. കാരണം ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് 2 നേരം മാറ്റി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് തന്നെ. കാരണം നല്ല വെയിറ്റ് കൂടി ഞാൻ ഇടയ്ക്ക് നിന്നപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല വെയിറ്റ് കൂടി ഒരിടയ്ക്ക് നിന്നിട്ട് എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ നന്നായിട്ട് കൺസ്യൂം ചെയ്ത്. കാരണം വെയിറ്റ് കൂടി, ഞാൻ പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് കുറേശ്ശെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങി. ആദ്യം നാട്ടിൽ നിന്ന ടൈമിലാണ് ഞാൻ കുറച്ച് നാട്ടിൽ നിന്ന ടൈമിൽ ഞാൻ 4 kg ഞാൻ കുറച്ചു. 78 kg ഉണ്ടായിരുന്നു, അതിൽ 4 kg ഞാൻ കുറച്ചു. 4 kg കുറച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് 70 ആയിരുന്നു. പിന്നെ അതിന് ശേഷം വീണ്ടും കുറഞ്ഞു, പക്ഷെ എനിക്ക് നോക്കാൻ പറ്റില്ല. അറൗണ്ട് ഒരു 1 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 69 ഓർ 68 സംതിങ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഏകദേശം തിളച്ചു. അപ്പോൾ ഞാൻ ബാക്കി സാധനങ്ങൾ ഇടണം. അതിന് എന്താ പറയുക, ഉപ്പ് എവിടെ വെച്ചിട്ടുണ്ടാകും കിട്ടും. ഇതൊക്കെ എവിടെ തപ്പി പിടിക്കാനാണ് പാട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങോട്ട് മാറി വന്നുകൊണ്ട് ഇതിപ്പോൾ സാധനങ്ങൾ എവിടെ വെച്ചിരിക്കുന്ന എനിക്കൊന്നൊരു പിടിയില്ല. അതെല്ലാം കണ്ടുപിടിച്ചെടുക്കുക. ഉപ്പൊക്കെ ഇതിനകത്ത് ഇട്ടയക്കുന്നത്. ഇത് ഫ്രണ്ട് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ചെറിയൊരു ഭരണി. അപ്പോൾ മേടിച്ചിട്ട് ഇതിനകത്താണ് ഇട്ട് വയ്ക്കുക. ഒന്ന് സെറ്റായിട്ട് വയ്ക്കുക. കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആവും. അല്ല, ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടേ ഞാൻ അങ്ങനെ ഭയങ്കര ഇവിടെ വന്നിട്ട് കുക്കിംഗ് പഠിച്ച് ഭയങ്കര എക്സ്പെർട്ട് ആയെന്നൊന്നും വിചാരിച്ചില്ല. എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ അത്യാവശ്യം ഈ എന്താ പറയുക, തട്ടിക്കൂട്ടി ഉണ്ടാക്കാന്ന് പറയത്തില്ലേ, അത് സംഭവമാണ്. പക്ഷേ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് സീനില്ല, കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സ്പൂണ് ചൂടായിപ്പോയേട്ടാ. കുറച്ച് സീനില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ കുറച്ച് ഇതായിട്ടുണ്ട്. പിന്നെ ആകെ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഇവിടെ പഠിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ചേട്ടാ. അത് ഞാൻ ഉള്ള കാര്യം പറയാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നു. ഉപ്പുമാവും പിന്നെ ബാക്കി നമുക്ക് മുട്ട സംഭവങ്ങളെല്ലാം അറിയാവുന്ന കേസാണല്ലോ.
പിന്നെ ഈ ചോറ് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. കഴിക്കും, ഒരു ഇടയ്ക്കൊരു കൊതി തോന്നിയ ഒരു 2 പിടിയോ 1 പിടിയോ ഞാൻ കഴിക്കും. അതിലപ്പുറം ഞാൻ കഴിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഷുഗർ നന്നായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഓവറായിട്ട് പെട്ടെന്ന് കട്ട് ചെയ്താൽ സീനായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അത് കട്ട് ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പണിയാണ്. കാരണം നമുക്കത് ബോഡി പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യത്തില്ല. ഓവറായിട്ട് നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും സീനാണ്. അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം ചില ടൈമിൽ തോന്നുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ഞാൻ കഴിക്കും. പിന്നെ അല്ലാത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്ത് കഴിക്കുക. കാരണം ഇത് ഒരുപാട് നമ്മൾ പെട്ടെന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് ബോഡി സീനാണെന്ന് എൻ്റെ അടുത്ത് പല ഫ്രണ്ട്സും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് തോന്നുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ കഴിക്കും. പിന്നെ കൂടുതലും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൺസപ്ഷൻ കുറയ്ക്കാറാണ് പതിവ്. ഇപ്പോൾ ഇൻ കേസ് ഞാൻ അത് ഈ ചിക്കനോ കുറച്ച് ഫാറ്റായിട്ടുള്ള ഫുഡ് ഇടയ്ക്ക് കഴിക്കേണ്ടി വന്നാൽ, എനിക്ക് ഈ സംഭവം ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫാറ്റായിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത ദിവസം ഇപ്പോൾ രാവിലത്തെയും ഉച്ചയ്ക്കും ഉള്ള ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് വൈകുന്നേരം മാത്രമായിട്ട് കഴിക്കും. അത് ഈ ഓട്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും എന്താ പറയുക, ഈ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഞാൻ ലൈറ്റായിട്ട് ഞാൻ കഴിക്കും. കാരണം അങ്ങനെ നോക്കുമ്പോഴേ ഫുഡ് അങ്ങനെ നോക്കുമ്പോഴേ വെയിറ്റ് കുറയത്തുള്ളൂ. ഒന്നാമത്തെ കേസ് അതാണ്. എൻ്റെ ബോഡിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ബോഡി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് എനിക്കില്ല. മൈക്കില്ല കേട്ടോ, ഞാൻ ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചെറുതായിട്ട് ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് അത് ബോഡിയിൽ ഇതാവും. കാരണം എന്ന് പറഞ്ഞാൽ ബോഡിയിൽ അത് ഇതാവും. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡി നോക്കില്ലാന്നുണ്ടെങ്കിൽ അതെനിക്ക് പണിയാണ് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ തിളച്ച് മതിയായി. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യോ. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള 2 ഐറ്റംസ് ഉണ്ട്. അതിന് ഇഷ്ടമായിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്ക് എന്ത് സാധനമെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അപ്പോൾ ഞാനങ്ങനെ പറയുന്ന പോലെ തന്നെ വലിയ കുക്കിംഗ് എക്സ്പെർട്ടൊന്നുമല്ല. ആകെ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഈ ഓട്സ് എൻ്റെ പരിഷ്ണമാണ്. ബാക്കി എല്ലാവരും കാണുന്ന പോലെ, അതായത് വീഡിയോയിൽ കാണുന്നത് ഉണ്ടാക്കുന്ന പോലെ അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ രീതിയില്ല, വേറെ ഐറ്റംസാണ് ഇടുന്നതെല്ലാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഓട്സ് കഴിച്ചതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ തടി കുറഞ്ഞെന്നല്ല, ഫുഡ് കുറച്ചൊക്കെ ഞാൻ എൻ്റെ വിശപ്പ് ഞാൻ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. എന്നിട്ട് കുറച്ച് തടി, പിന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ. അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുള്ള കോലാണ് കേട്ടോ. അതുകൊണ്ടാണ് എന്നിട്ട് വന്നു. രാവിലെ വർക്ക് കഴിഞ്ഞിട്ട് പല്ല് വെച്ച് കുളിച്ചില്ല കേട്ടോ. ഇന്നലെ കുളിച്ചായിരുന്നു. ഇന്നലെ നൈറ്റ് ഞാൻ കുളിച്ചു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ. ബാക്കി ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, ബാക്കി എനിക്ക് പറയുമ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇനി ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലേ എനിക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാധനം ഇട്ടോന്ന് പറയും. ഇവിടെ ഞാൻ വീടെടുത്ത സമയത്ത് ഇട്ട് പോയോ ഇനി മെയിനായിട്ട് മറക്കാണ്ടിരിക്കേണ്ട കേസാണ് ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ടായിരുന്നു. പിന്നെ ഉള്ള സാധനം എൻ്റെ ഈ ഒരു ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഒരെണ്ണമുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന സാധനമാണ്. സാധനം എന്ന് പറഞ്ഞാൽ ഇതവൻ ഇതിനകത്ത് തന്നെ ഈ മസാല സംഭവങ്ങൾ കാണാമല്ലേ. ഓക്കെ, ഈ മസാല സാധനങ്ങളൊക്കെ അവൻ ഇട്ടിരിക്കും. കാരണം അവൻ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കൂടെ സെറ്റായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു സെറ്റായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അവനെ എളുപ്പമാണ്. ബാക്കി മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് എല്ലാം ഉണ്ട്. ഞാനിതിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കാണിച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. മനസ്സിലായില്ലേ? ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. അത് കുക്കിംഗ് വീഡിയോ അല്ലല്ലോ. ഞാനല്ലാതെ എൻ്റെ കോമണായിട്ട് എനിക്ക് കാര്യം പറയാൻ തോന്നി. കാരണം ഇവിടെ വന്നിട്ടൊരു സംഭവം ഈ പറയണ പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണമല്ല, അങ്ങനെ ഓട്സ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചൊന്ന് ഈ കുറുകി വരാനാണ് പറയത്തില്ലേ, ഇല്ലേ? കുറുകി വരാനുണ്ട്. അപ്പം അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓട്സ് റെഡി.
വലിയ എമൗണ്ട് ഒന്നും ഇല്ലടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചെന്നാ ഇതില്ലേ, അത്ര തന്നെ ഞാൻ കാണിച്ചില്ല. കേട്ടോ, ഈ ഒരു ചെറിയൊരു പാത്രമാണ്. ഈ ചെറിയൊരു പാത്രത്തിന് കുറച്ചിങ്ങനെ നന്നായിട്ട് വരാനുണ്ട്. അതും കൂടെ ഓക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെ ഓട്സ് റെഡിയാവും. പിന്നെ ഇത് അവിടെ ഇരുന്ന് താനെ ആറ് തടുക്കാനായിട്ടുള്ള ക്ഷമ എനിക്കില്ല, കാരണം നന്നായിട്ട് വിഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതവിടെ കൊണ്ടുപോയിട്ട് ഫാനിൻ്റെ അവിടെ വെച്ച് തണുപ്പിച്ച്, അല്ല തണുപ്പിക്കാനുള്ള വെയിറ്റില്ല, ഫാനോട് കഴിയുമ്പോൾ തന്നെ കുറച്ച് തണുത്തോളും. അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ. എന്തെല്ലാം ജോലികളുണ്ടെന്നറിയോ നേരത്തെ? അല്ല, പിന്നെ ഇപ്പം ചോദിക്കും അവിടെ എന്താ നീ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ല? ഉണ്ട്, അവരൊക്കെ ഒന്ന് പുറത്ത് വരിക വരും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ്. ബാക്കി വീഡിയോസൊക്കെ അതിൻ്റെ ബാക്കിൽ നിന്ന് വിടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ, എന്താ പറയുക, ഒരു സമാധാനമുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്രയൊക്കെ മാറി നിന്നാലും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെ ആയിരിക്കത്തില്ല എല്ലായിടത്തും. അതങ്ങനെയാണ്, നമ്മൾ എത്രയൊക്കെ ടേസ്റ്റ് ഫുഡ് ഉണ്ടായിരുന്നാലും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെ ആയിരിക്കത്തില്ല. മേ ബി ചിലപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ, അയ്യോ നമ്മൾ അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് മെലിഞ്ഞു പോയി, ചിലർ നന്നായി വണ്ണം വെച്ചെന്ന് പറയാം. അത് ചിലരുടെ പലരുടെയും ബോഡി ഇതുപോലെ ഇരിക്കും ഫുഡിൻ്റെ ഇത്. പക്ഷെ എനിക്കങ്ങനെ തോന്നാറില്ല. പിന്നെ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറില്ലേ, ഫുഡ് കൺട്രോൾ ചെയ്യുന്നതാണ്, നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമുണ്ടാണ്. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും പുറത്ത് പോകുമ്പോഴത്തേക്കും, എന്ന് വെച്ചാൽ പുറത്ത് പോകുന്നത് വെച്ചാൽ ഈ നമ്മുടെ നാട് വിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് ചിലർ ഫുഡിൻ്റെ ഇത് പ്രോപ്പറായിട്ട് അവരുടെ ജോലിയുടെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണം കൂടാം. പക്ഷേ ഞാൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഫുഡ് കൺട്രോൾ ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ തടിയും വയ്ക്കും. ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. കാരണം എനിക്കിത് തടി വെച്ച് പോകാൻ വയ്യ. എടോ, ഞാൻ ഇത് ഒരു 4 വർഷം മുന്നേ നന്നായിട്ട് ഫുഡൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പ്രോപ്പർ എക്സസൈസും ചെയ്ത് തടി കുറച്ചതാണ്. പിന്നീട് ആയപ്പോഴത്തേക്ക് അതിനുള്ള എക്സസൈസും ഇല്ല, പിന്നെ ഫുഡ് കൺട്രോളിങ് ഇല്ല എന്നപ്പോഴത്തേക്ക് വെയിറ്റ് കൂടി വന്നുകൊണ്ടിരുന്നു. അതായത് ഞാൻ പറഞ്ഞുതരാം, 78 kg ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഭയങ്കര ഹൈറ്റൊന്നുമല്ല കേട്ടോ, ഞാൻ ഭയങ്കര ഹൈറ്റൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എൻ്റെ ഹൈറ്റിനനുസരിച്ച് ആയിട്ടില്ല എൻ്റെ വെയിറ്റ്. അതെന്ന് പറയുന്നത് നല്ല കൂടുതലാണ്, 78 kg എനിക്ക് കൂടുതലാണ്. പിന്നെ ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ കുറേശ്ശെ ഞാൻ കുറച്ചുകൊണ്ട് വന്നതും ഫുഡ് കുറച്ചത്. അല്ല പിന്നെ എന്താ പറയുക, അപ്പോൾ എൻ്റെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഫാനിൻ്റെ താഴെ കൊണ്ടുവച്ച് തണുപ്പിച്ച് കഴിക്കണം. അപ്പം എല്ലാവർക്കും ഓട്സ് വേണമെന്നുള്ളത് പറയാം. കുഴപ്പമില്ല. ഞാനെന്നാ കഴിച്ചിട്ട് വന്നിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. നന്നായിട്ട് വിഷമൊക്കെ കഴിച്ചിട്ട് വരാം. എനിക്ക് ഈ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ എന്തെങ്കിലും വീഡിയോസ് കണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സ്വഭാവമുണ്ട്. ഞാനത് കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിയും. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വന്നു. ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഈ ഇതിങ്ങനെ ഓട്സ് ഉണ്ടാക്കി ഞാനങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്നതുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എനിക്കങ്ങനെ ഇപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ കുക്കിംഗ് എനിക്ക് അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ആകെ ഉണ്ടാക്കുന്ന ഈ ഓട്സും പിന്നെ ഈ ഉണ്ടാക്കാൻ പഠിച്ചത് ഈ ഉപ്പുമാവ് സംഭവം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും എനിക്ക് ഉണ്ടാക്കില്ല. ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ് അവരുണ്ടാക്കും. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവരാരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കണ്ട, അങ്ങനെ തട്ടിക്കൂട്ട് സംഭവം മാത്രം അറിയാം. അല്ലാതെ വലിയ കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. അങ്ങനെ പഠിച്ച് വെച്ചിരിക്കണമെന്നുള്ളൂ. പഠിച്ചതെന്ന് പറയുമ്പോൾ ആകെ ഈ ഉപ്മാവ് ഉണ്ടാകുന്ന വെച്ചാൽ കുറച്ചുകൂടെ ഈസിയാണ്. കുറച്ചുകൂടെ മറ്റേ പാടുകൂടെ ഉണ്ടല്ലോ, വലിയ എന്താ പറയുക, ചെറിയ സാധനങ്ങൾ ഇടുക, പെട്ടെന്ന് തീരുക. അതൊക്കെ ആയപ്പോഴത്തേക്ക് അതൊക്കെ പഠിച്ചെടുത്തു. അല്ല വേറെ സംഭവങ്ങളൊന്നും എനിക്കറിയാൻ മേലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ എനിക്ക് അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ അവരും കൂടെ വന്നിട്ട് ഇതെല്ലാം മാറ്റി കുറേ അറേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോകൾ
നിങ്ങൾക്ക് കിട്ടാനായിട്ട് മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താനും മറക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.